മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകൾക്ക് ഉപനിഷത്തിലൂടെ ലഭിച്ചിരിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മളില് പലരും ഉപനിഷത്തുക്കൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പലരും മനസ്സിലാക്കിയത് തന്നെ തെറ്റായിട്ടാണ്. ഉപനിഷത്തുക്കളെല്ലാം ആത്മീയതയ്ക്കുള്ള ലോജിക്കൽ, റാഷണൽ ആൻഡ് സയന്റിഫിക് ഇന്റർപ്രിട്ടേഷനുകളാണ്. ഉപനിഷത്തുക്കളെല്ലാം ആത്മീയതയ്ക്കുള്ള ലോജിക്കൽ, റാഷണൽ ആൻഡ് സയന്റിഫിക്, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. പലതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം എന്താ? ഏത് വിഷയം വായിക്കുന്നവർക്കും പലരും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരാവും, ചിലര് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവരാവും, ചിലര് മിഡിൽ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ ഒരേ പുസ്തകം എല്ലാവർക്കും കൊടുത്താൽ അവർക്കതിൽ താല്പര്യം ഉണ്ടാവില്ല. നല്ല പണ്ഡിതന് ഡീപ്പായിട്ടുള്ള ഉപനിഷത്ത് കൊടുക്കണം, സാധാരണക്കാരന് മിഡിലായിട്ടുള്ള ഉപനിഷത്ത് കൊടുക്കണം, വളരെ ഓർഡിനറി ആയിട്ടുള്ളവർക്ക്, വളരെ സാധാരണക്കാർക്ക് വളരെ സാധാരണമായ ഉപനിഷത്ത് കൊടുക്കണം. അവിടെ നിന്ന് അവർ ഉയർന്ന മധ്യത്തിലേക്കും പിന്നെ മുകളിലേക്കും വരണം. ഈ ഒരു എലിവേഷനാണ് ചരൈവേദി ചരൈവേദി എന്ന ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ. അടുത്ത കാലത്ത് ഒരാള് ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടു, വളരെ രസം തോന്നിയതാണ് അതിലെ വിവരണങ്ങൾ. കലിയുഗം എന്ന് പറയുന്നത് കിടക്കുന്ന അവസ്ഥയാണ്, ദ്വാപരയുഗം എന്ന് പറയുന്നത് ഇരിക്കുന്ന അവസ്ഥയാണ്, ത്രേതായുഗം എന്ന് പറയുന്നത് നിൽക്കുന്ന അവസ്ഥയാണ്, കൃതയുഗം എന്ന് പറയുന്നത് നടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ശിശു ജനിച്ചത് കലിയുഗം, ശിശു എഴഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ ഇരിക്കാൻ തുടങ്ങും, അപ്പൊ അത് ദ്വാപരയുഗം. കുറച്ചു കഴിയുമ്പോൾ ആ ശിശു നിൽക്കാൻ തുടങ്ങും, അത് ത്രേതായുഗം. പിന്നെ ശിശു നടക്കാൻ തുടങ്ങും, അത് കൃതയുഗം. ഇത് രസമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലേ? അത് തന്നെയാണ് ഉപനിഷത്തിന്റെ കാര്യത്തിലും. ചിലത് നമ്മളെ ശാന്തമായിട്ട് ലോവർ ഗ്രേഡിലുള്ളതാ. അവിടെ നിന്ന് നമ്മൾ കലിയുഗത്തിൽ നിന്ന് കൃതയുഗത്തിലേക്ക് വരുന്നത് പോലെ സാധാരണ ലെവലിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള അസൂയ, വാശി, പക, വിദ്വേഷം, അഹങ്കാരം ഇതെല്ലാം മറയുന്നത്, മായുന്നത്. അത് മായാൻ വേണ്ടി മാത്രം ഉപനിഷത്തുക്കളില് ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മജ്ഞാനം, ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന അവസ്ഥ മനസ്സ് പെർഫെക്റ്റ്ലി ക്ലീൻ ആയിട്ടുള്ള അവസ്ഥയാണ്. അല്ലാതെ നമ്മള് ആകാശത്തിനു മുകളിലുള്ള ഒരു സ്വർഗത്തിൽ പോയിട്ട് ഈശ്വരന്റെ സൈഡിൽ ഇരിക്കുന്ന അവസ്ഥയല്ല ബ്രഹ്മാനന്ദം. അത് സനാതന ധർമ്മത്തിന്റെ എക്സ്പ്ലനേഷനേ അല്ല. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടുമില്ല, ഇപ്പൊ പറയാറുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ? കിടന്നതിൽ നിന്ന്, ഇരുന്നതിൽ നിന്ന്, നിന്നതിൽ നിന്ന് നടക്കാനുള്ള ആ ഒരു ചരൈവേദി എന്ന സന്ദേശത്തിലേക്ക് എത്താൻ വേദം എല്ലാവർക്കും പ്രാപ്യമല്ല. എല്ലാവർക്കും വേദം പഠിക്കാൻ സാധ്യമല്ല. ആർക്ക് വേണമെങ്കിൽ പഠിക്കാം, എല്ലാവർക്കും സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പുരാണം എല്ലാവർക്കും വായിക്കാം, പക്ഷെ പുരാണം കഥകളാണ്, ഇതിഹാസം അനുഭവങ്ങളാണ്. സന്ദേശങ്ങൾ കാച്ചിക്കുറുക്കി ചെറിയ പുസ്തകമാക്കി തന്നിരിക്കുന്ന ഉപനിഷത്തുക്കള്. ആ ഉപനിഷത്തുക്കള് നമ്മൾ പഠിച്ചാൽ, വായിച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ബ്രഹ്മാനന്ദാണ്. ബ്രഹ്മാനന്ദം എന്ന വാക്കിന്റെ അർത്ഥം അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചൈതന്യത്തെ കുറിച്ച് ബോധമുണ്ടായിട്ട്, ജീവിതത്തെ കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടായിട്ട് ജീവിക്കുന്നതിനകത്ത് ലാളിത്യം ഉണ്ടാക്കാം. ജീവിതത്തെ കുറിച്ച് ബോധം, പന്താവിനെ കുറിച്ച് ധാരണ, ജീവിതത്തിലെ ലാളിത്യം, ഇതുണ്ടാവുമ്പോഴാണ് ഉപനിഷത്ത്, ഉപ അടുത്തേക്ക്, നിഷത്ത് ടേക്കിംഗ് യു ടു ദാറ്റ് പോയിന്റ്, ടേക്കിംഗ് യു ടു ദ നിയറസ്റ്റ് പോയിന്റ്.
നമ്മളെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഏതിൻ്റെ അടുത്തേക്ക്? അബ്സൊല്യൂട്ട് ഫാക്ട്, അബ്സൊല്യൂട്ട് ട്രൂത്ത്, അബ്സൊല്യൂട്ട് എസൻസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് യഥാർത്ഥ സത്യം. നമ്മൾ പറയാറില്ലേ, എന്നോട് ഒരാൾ ചോദിച്ചു, ഏതിനെങ്കിലും കുറിച്ച് അവസാനത്തെ വാക്ക് സാറിന് പറയാൻ സാധിക്കുമോ എന്ന്. ഞാൻ ഉടനെ മറുപടി കൊടുത്തു, നമുക്ക് എല്ലാവർക്കും എന്തിനെ കുറിച്ച് വേണമെങ്കിലും അവസാനത്തെ വാക്ക് പറയാൻ അവസാനത്തെ വരി പറയാൻ സാധിക്കും. എന്താ അവസാനത്തെ വരി? ഒന്നിനെയും കുറിച്ച് അവസാനത്തെ വരി പറയാൻ സാധിക്കില്ല എന്ന അവസാനത്തെ വരി. ഒന്നിനെയും കുറിച്ച് അവസാന വാക്കും അവസാന വരിയും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് പറയാവുന്ന അവസാനത്തെ വരി. രസമായിട്ടുള്ള വരിയാണത്. അതാണ് സത്യം എന്താണെന്നറിയണം മക്കളെ എന്നാ പറയാ അമൃതാനന്ദമയി ദേവി. അതാണ് സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഇത് മൂന്നാണ് സത്യം. അതറിയണം മക്കളെ എന്നാ പറയാ. ഇത്ര വാശിയും പകയും വിദ്വേഷവും ഇല്ലാതെയാക്കി സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ, അതിനാവശ്യമായിട്ടുള്ള സന്ദേശമാണ് ഉപനിഷത്തുക്കൾ നൽകുക. പഠിക്കണം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് രാഷ്ട്രീയ ചിന്താധാരയിൽപ്പെട്ടവരാവട്ടെ, ഏത് തരത്തിലുള്ള ഈശ്വരനെ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ആവട്ടെ, ഈ നാടിന്റെ മക്കളായി ജനിച്ച നിങ്ങളുടെയും അവകാശമായ ഉപനിഷത്തുകൾ പഠിക്കണം. ലോക ജനത, ഒബാമ ഉൾപ്പെടെ, ഗോർബച്ചെ ഉൾപ്പെടെ, ഫ്രിഡ്ജ് ഓഫ് കാപ്ര ഉൾപ്പെടെ അതിപ്രഗത്ഭരായ വിദേശ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രതന്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും എത്തി നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുക്കളാണ്. അറിഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത്, എക്സാജറേഷൻ അല്ല, എന്റെ വാക്കുകളുടെ മൂല്യങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ ഉത്തരവാദിത്വത്തോടുകൂടി ഗോപാലകൃഷ്ണൻ പറയുന്നു, പഠിക്കണം ഉപനിഷത്തുക്കൾ. ഇനിയും ഇനിയും ചെറുതായിട്ട് എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും നമ്മളിത് വിവരിക്കുന്നുണ്ടാവും. കൂടുതൽ കൂടുതൽ കേട്ട് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് നമുക്ക് ആവശ്യമാണ്. ചുറ്റുപാടും മാറ്റങ്ങൾ വരുത്താൻ എളുപ്പം എങ്ങനെയാ? നമ്മളിൽ മാറ്റം വരുത്തിയാൽ മതി. ചുറ്റുപാടുമുള്ളത് പച്ചയായിട്ട് കാണണമെങ്കിൽ പച്ച കണ്ണട വെച്ചാൽ മതി. എല്ലാം കറുത്ത് കാണണമെങ്കിൽ ഇരുണ്ട കണ്ണട വെച്ചാൽ മതി. മഞ്ഞയായിട്ട് കാണണമെങ്കിൽ മഞ്ഞ കണ്ണട വെച്ചാൽ മതി. ചുറ്റുപാടുമുള്ള കല്ലും മുള്ളും നമ്മുടെ കാലിലേക്ക് കൊള്ളരുതെങ്കിൽ നമ്മുടെ കാലിൽ ചെരുപ്പിട്ടാൽ മതി. തിന്മകൾ ഉണ്ടാവാതിരിക്കാനും നന്മകൾ ഉണ്ടാക്കാനും സ്വീകരിക്കാനും നമ്മളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉപനിഷത്തുക്കള് വളരെ സഹായിക്കുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, നമസ്കാരം.